ഗൈസ്, നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് തോമസ് തോഷ് എന്ന് പറഞ്ഞിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ, ഇൻ്ററിം പരിശീലകൻ. അദ്ദേഹം ഹൈദരാബാദ് എഫ് സിയുടെ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ഒരു ഹെഡ് കോച്ച് എന്ന ലെവലിലേക്ക് വരുന്നു എന്നുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഷമീൽ ചെമ്പകത്താണല്ലോ ഇപ്പോൾ ഹൈദരാബാദ് എഫ് സിയുടെ ഒരു ഇൻ്ററിം ഹെഡ് കോച്ച് എന്ന നിലയിൽ വർക്ക് ചെയ്ത് വരുന്നത്. അദ്ദേഹം ഹൈദരാബാദ് പോലെ ഒരു ടീമിനെ വെച്ചിട്ട് അത്യാവശ്യം ഭേദപ്പെട്ട നിലയിലൊരു റിസൾട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിനൊരു കണക്കുകൾ തന്നെ ഞാൻ പറയാം. അതായത് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ 13 മത്സരങ്ങളുടെ 2 വിജയം, 5 സമനില, 6 തോൽവി, 11 പോയിന്റ്സ് ആണ് നേടിയെടുക്കാൻ സാധിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈദരാബാദ് തവണ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നുള്ള ഒരു ടീമാണ്. സ്ക്വാഡ് ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ക്വാഡിനെ കൊണ്ടിട്ട് ഇങ്ങനത്തെ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു ഗുഡ് തിങ് എന്ന നിലയിൽ തന്നെ നമുക്ക് വിലയിരുത്തേണ്ട ഒരു ഫാക്ടറാണ്. ഷമീൽ ചെമ്പകത്തിന് ഇങ്ങനത്തെ ഒരു ഹെഡ് കോച്ച് എന്ന ലെവലിൽ പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ഇത്രയും മത്സരങ്ങൾ സാധിച്ചു എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ സൂപ്പർ കപ്പും കാര്യങ്ങൾ കൂടിയൊക്കെ വരുന്നുണ്ട്. എനിവേ, ഇദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിങ് കരിയർ നോക്കുമ്പോഴത്തേക്കും താരതമ്യേന യങ് ആയിട്ടുള്ളൊരു കോച്ചാണ്. ഇപ്പോൾ 39 വയസ്സേ അദ്ദേഹത്തിനായിട്ടുള്ളൊരു ആസ് എ കോച്ച് എന്ന നിലയിൽ നോക്കുമ്പോൾ അതൊരു യങ് ആയിട്ടുള്ള ഏജ് തന്നെയാണ്. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 1 ഡെക്കേഡ് ഒരു കോച്ചിങ് കരിയർ അദ്ദേഹത്തിനുണ്ട്. യൂത്ത് ലെവലിൽ നിന്ന്, കേരളത്തിൽ നിന്നൊക്കെ തന്നെയാണ് തുടങ്ങുന്നത്. ഇപ്പം മുത്തൂറ്റ് എഫ് അദ്ദേഹം വർക്ക് ചെയ്തു. അതിപ്പം KBFCയിൽ ഡിഫറെൻറ്റ് റോൾസിൽ അദ്ദേഹം വർക്ക് ചെയ്തു. അതിനുശേഷമാണ് HFCയിൽ മനോലയുടെ അണ്ടറിലും അതുപോലെ തങ്ബോയ് സിംഗോയുടെ അണ്ടറിലും ഒക്കെ വർക്ക് ചെയ്തു. ഒടുവിൽ ഇൻ്ററിം ഹെഡ് കോച്ച് എന്ന ലെവലിൽ വരെ എത്തുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തോമസ് തോഷ് അടുത്ത സീസണിൽ ഹൈദരാബാദ് FC ഒരു ഹെഡ് കോച്ച് എന്ന ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും തോമസ് തോഷ് ഇപ്പോൾ ഷമീൽ കോച്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, എക്സ്പീരിയൻസ് വൈസ് നോക്കുമ്പോൾ ഷമീൽ ചെമ്പകത്താണ് കുറച്ചും കൂടി മുൻപിൽ നിൽക്കുന്നത്. അതുപോലെ 2 പേരും ഇൻ്ററിം ഹെഡ് കോച്ചസ് എന്ന ലെവലിൽ വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സീസണിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തോമസ് തോഷും പറഞ്ഞ പോലെ ഒരു പ്രോ ലൈസൻസ്ഡ് എന്ന ലെവലിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഹെഡ് കോച്ച് എന്ന ലെവലിലേക്ക് ISL തന്നെ ഓഫേഴ്സ് വരുമ്പോൾ ഷമീൽ ചെമ്പകത്ത് എന്ന് പറയുന്ന പരിശീലകനും ഡെഫിനറ്റ്ലി അത് ട്രൈ ചെയ്യാവുന്നൊരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഒരു ഇന്ത്യൻ കോച്ചാണ്. ഇപ്പോൾ ഇന്ത്യൻ കോച്ചസ് കൂടുതൽ വരിക എന്ന് പറയുന്നൊരു ഫാക്ടറാണ്. ഇപ്പോൾ ക്ലിഫോർഡ് പെരണ്ട അദ്ദേഹം സൂപ്പർ കപ്പ് ഒഡീഷ വിൻ ചെയ്യിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം ഹെഡ് കോച്ചസ് ആയിട്ടൊക്കെ വരുമെന്ന് പറയുന്ന ഒരു ലെവലിൽ നമ്മൾ ചിന്തിച്ചു. പക്ഷേ അദ്ദേഹം വീണ്ടും അസിസ്റ്റന്റ് കോച്ച് എന്ന ജോബിലേക്കാണ് മറ്റ് ക്ലബ്സിലേക്കൊക്കെ പോയത്. പക്ഷേ ഖാലിദ് ജമീലാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു സാമ്രാജ്യം സൃഷ്ടിച്ചെടുത്തിട്ട് പല ലെവലിൽ വർക്ക് ചെയ്തിട്ട്, ഇപ്പം ഷില്ലോങ്ങിൽ അദ്ദേഹം വർക്ക് ചെയ്തു, I-ലീഗ് വിൻ ചെയ്തു, ഈസ്റ്റ് ബംഗാളിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്ത് സൂപ്പർ കപ്പ് ഫൈനൽ വരെയൊക്കെ എത്തിക്കാനായിട്ട് സാധിച്ചിരുന്നു. നോർത്ത് ഈസ്റ്റിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതാ ജംഷഡ്പൂരിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. സോ ആ ലെവലിലേക്ക് കൂടുതൽ ഇന്ത്യൻ ഹെഡ് കോച്ചസ് എന്ന ലെവലിൽ തന്നെ വരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഷമീൽ ചെമ്പകത്തിന് ആ ലെവലിൽ ഈ സീസണിൽ ഒരു എക്സ്പോഷർ കിട്ടി. അത് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നതാണ് ആസ് ആൻ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ ഞാൻ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനിപ്പോൾ ISL ക്ലബ്സ് എന്ന് തന്നെയല്ല, അപ്പോൾ I-ലീഗിലും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കിയിട്ട് ആ പ്രൂവ് ചെയ്തിട്ട് മുകളിലേക്ക് കയറി വരാം എന്ന് പറയുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അതല്ലാത്തൊരു സാഹചര്യത്തിൽ മാത്രം ഇപ്പം ബെറ്റർ ആയിട്ടുള്ള ISL ക്ലബ്സ്, അദ്ദേഹം ഒരു കരിയറിന് ഒരു അപ്ഗ്രേഡ് എന്ന നിലയിൽ ബെറ്റർ ആയിട്ടുള്ള ISL ക്ലബ്സ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ISL കോച്ചസിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യും. ഇപ്പോൾ മനോലയെ പോലെ അല്ലെങ്കിൽ ലൊബേറയെ പോലെ അല്ലെങ്കിൽ ഏത് പറഞ്ഞാൽ എക്സ്പീരിയൻസ് കോച്ചസിൻ്റെ അണ്ടറിൽ അസിസ്റ്റൻ്റ് ആണെങ്കിലും ഇത് ചെയ്യുക. പക്ഷേ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഒരു ഹെഡ് കോച്ചായിട്ട് വരിക എന്നുള്ളതാണ്. കാരണം അത് ഇന്ത്യൻ ഫുട്ബോളിന് കൂടി അനിവാര്യതയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും അബോസ് സനിയ.